കഴിഞ്ഞ കുറെ വീഡിയോകളിലായിട്ട് നമ്മൾ പോപ്പുലേഷൻ മീനിന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്തുന്ന പ്രോബ്ലംസ് ആയിരുന്നു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ലാർജ് സാമ്പിൾ സൈസ് ആവുന്ന സമയത്തും സ്മോൾ സാമ്പിൾ സൈസ് ആവുന്ന സമയത്തും പോപ്പുലേഷൻ മീനിന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്താൻ നമ്മൾ പഠിച്ചു. ഇനി പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്താനുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളത്. എങ്ങനെയാണ് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്തുക? പി ക്യാപ്പ് മൈനസ് സെറ്റ് ആൽഫ ബൈ ടു റൂട്ട് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് ഡിവൈഡഡ് ബൈ എൻ പി ക്യാപ്പ് പ്ലസ് സെറ്റ് ആൽഫ ബൈ ടു റൂട്ട് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ പി ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിന്റെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ്. ക്യൂ ക്യാപ്പ് എങ്ങനെ കിട്ടും? 1 മൈനസ് പി ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ക്യാപ്പിന്റെ വാല്യൂ കിട്ടും. എൻ എന്താണ്? സാമ്പിളിന്റെ സൈസ് ആണ്. സെറ്റ് ആൽഫ ബൈ ടു എവിടെ നിന്ന് കിട്ടും? ക്വസ്റ്റ്യനിൽ കോൺഫിഡൻസ് ലെവൽ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ കോൺഫിഡൻസ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ആൽഫ ബൈ ടുന്റെ വാല്യൂ ഈ ഒരു ടേബിളിൽ നിന്ന് ചൂസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. First question, a medical study showed 57 of 300 persons failed to recover from a particular disease. Find 95% confidence interval for the mortality rate of the disease. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു മെഡിക്കൽ സ്റ്റഡിയിൽ പർട്ടിക്കുലർ ഡിസീസ് റിക്കവർ ചെയ്യുന്നതിൽ 300 പേഴ്സൺസിൽ 57% ഫെയിലായി. അങ്ങനെയാണെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ദ ഡിസീസിന്റെ 95% കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്തണം. നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ഇത് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന്? സപ്പോസ് പോപ്പുലേഷൻ മീനിന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനില് സാമ്പിൾ മീൻ അതുപോലെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് കണ്ടെത്തുന്നതിനുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ എന്തെങ്കിലും സാമ്പിളിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇത് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി എങ്ങനെയാണ് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്താം? അതിന്റെ ഇക്വേഷൻ എന്താണ്? കോൺഫിഡൻസ് ഇന്റർവൽ ഈസ് ഈക്വൽ ടു പി ക്യാപ്പ് മൈനസ് സെറ്റ് ആൽഫ ബൈ ടു റൂട്ട് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് ഡിവൈഡഡ് ബൈ എൻ പി ക്യാപ്പ് പ്ലസ് സെറ്റ് ആൽഫ ബൈ ടു റൂട്ട് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ലെവൽ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഉടനെ ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കാം. ഇതിന് ഒരു മാർക്ക് ഉണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പി ക്യാപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? പി ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. ഇവിടെ 300 പേഴ്സൺസിൽ 57% ആണ് ഒരു പർട്ടിക്കുലർ ഡിസീസ് റിക്കവർ ചെയ്യുന്നതിൽ ഫെയിൽ ആയത്. ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് 57ഉം ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 300ഉം ആണ്. ഇത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 0.19 എന്ന് കിട്ടും. ഇനി നമുക്ക് എങ്ങനെ ക്യൂ ക്യാപ്പ് കണ്ടെത്താം? ക്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ക്യാപ്പ് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 0.19. എന്താ വരിക? 1 മൈനസ് 0.19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.81 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് പി ക്യാപ്പും ക്യൂ ക്യാപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആരെ അറിയാം? സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസ് എത്രയാണ്? 300 ആണ് നമ്മുടെ സാമ്പിളിന്റെ സൈസ് വരുന്നത്. ടോട്ടൽ നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് 300 ആണ്. അതുകൊണ്ട് സാമ്പിൾ സൈസ് 300 ആണ്. ഇനി എന്താ അറിയണം? സെറ്റ് ആൽഫ ബൈ ടു. എത്രയാണ് കോൺഫിഡൻസ് ലെവല്? 95% ആണ്. 95% കോൺഫിഡൻസ് ലെവലില് നമ്മുടെ സെറ്റ് ആൽഫ ബൈ ടുന്റെ വാല്യൂ എന്താ വരിക? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് സെറ്റ് ആൽഫ ബൈ ടു ഈസ് ഈക്വൽ ടു 1.96 ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ കിട്ടിയ കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും? പി ക്യാപ്പിന്റെ പൊസിഷനിൽ 0.19 മൈനസ് സെറ്റ് ആൽഫ ബൈ ടു എന്ത് വരും? 1.96 into root of p cap q cap divided by n എന്ത് വരും? 0.19 into 0.81 divided by 300 0.19 plus 1.96 into root of 0.19 into 0.81 divided by 300. ഓക്കെ, ഇത് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.146, 0.234 ആയിരിക്കും. അപ്പോ 95% കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ദ മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ഡിസീസ് നമുക്ക് എന്ത് കിട്ടി? 0.146, 0.234 എന്ന് കിട്ടി. ഓക്കെ, പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഔട്ട് ഓഫ് എ റാൻഡം സാമ്പിൾ ഓഫ് 50 കാർസ് പാസിംഗ് അണ്ടർ എ ബ്രിഡ്ജ് ഓൺ എ ബിസി റോഡ് 12 were found to be red. Find a symmetric 98% confidence interval for the red cars passing under the bridge. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു ബിസി റോഡിലൂടെ പാസ് ചെയ്യുന്ന 50 കാറിന്റെ സാമ്പിൾ എടുത്താൽ അതിൽ 12 കാർസ് എന്താണ്? റെഡ് കാർസ് ആണ്. അങ്ങനെയാണെങ്കിൽ റെഡ് കാർസിന്റെ 98% കോൺഫിഡൻസ് ലെവൽ നമുക്ക് കണ്ടെത്തണം.
ഈ ക്വസ്റ്റ്യൻ പോപ്പുലേഷൻ മീനിന്റെ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്താനുള്ളതാണോ അതോ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്താനുള്ളതാണോ എന്നെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയും സാമ്പിളിന്റെ മീനെ കുറിച്ചോ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ചോ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ഉറപ്പിക്കാം? ഇത് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? കോൺഫിഡൻസ് ലെവൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ എഴുതി വെക്കാം. എന്താണ് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ? പി ക്യാപ്പ് മൈനസ് സെഡ് ആൽഫ ബൈ 2 റൂട്ട് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് ഡിവൈഡഡ് ബൈ എൻ കൊമ പി ക്യാപ്പ് പ്ലസ് സെഡ് ആൽഫ ബൈ 2 റൂട്ട് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. ക്വസ്റ്റ്യനിൽ പി ക്യാപ്പ് തന്നിട്ടുണ്ടോ? പി ക്യാപ്പ് എന്ന് പറയുന്നത് ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. നമ്മുടെ ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് എന്താണ്? റെഡ് കാസിന്റെ എണ്ണം 12 ആണ്. അപ്പൊ ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് 12. ഇനി ടോട്ടൽ നമ്പർ ഓഫ് കേസസോ? നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ സൈസ് 50 ആണ് അല്ലെ? അപ്പൊ 50 12/50 ആയിരിക്കും പി ക്യാപ്പ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 0.24. ഇനി നമുക്ക് ക്യൂ ക്യാപ്പ് കണ്ടെത്താൻ പറ്റില്ലേ? 1 മൈനസ് പി ക്യാപ്പ് ചെയ്താൽ ക്യൂ ക്യാപ്പ് കിട്ടും. എന്ത് വരും? 1 മൈനസ് 0.24 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് 0.76 എന്ന ആൻസർ കിട്ടും. ഇനി സാമ്പിളിന്റെ സൈസ് എത്രയാണ്? നമ്മൾ 50 കാസിന്റെ സാമ്പിൾ ആണ് എടുക്കുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ സാമ്പിൾ സൈസ് 50 ആണ്. ഇനി സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്താ വരിക? നമുക്ക് 98% കോൺഫിഡൻസ് ലെവൽ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ? 2.33. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിൽ ഇൻപുട്ട് ചെയ്താൽ പോരെ? എന്ത് വരും? പി ക്യാപ്പ് എന്ന് പറയുന്നത് 0.24 മൈനസ് സെഡ് ആൽഫ ബൈ 2 2.33 റൂട്ട് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് ഡിവൈഡഡ് ബൈ ദാറ്റ് മീൻസ് 0.24 into 0.76 divided by 50 comma 0.24 plus 2.33 into 0.24 into 0.76 divided by 50. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് അപ്രോക്സിമേറ്റ്ലി 0.0993 0.3807 ഇതായിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോ റെഡ് കാസിന്റെ 98% കോൺഫിഡൻസ് ഇന്റർവെൽ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ മാർക്കറ്റ് റിസർച്ച് സർവേ ഇൻ വിച്ച് 54 കൺസ്യൂമേഴ്സ് were contacted state that 54% of all consumers of a certain product were motivated by the product's advertising. Find the confidence limit for the proportion of consumers motivated by advertising in the population given a confidence level equal to 0.95. ഈ ക്വസ്റ്റിന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ലിമിറ്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഒരു മാർക്കറ്റ് റിസർച്ച് സർവേയുടെ ഭാഗമായിട്ട് 54 കൺസ്യൂമേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് 54% കൺസ്യൂമേഴ്സും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് ആ പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസിങ് കണ്ടിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 0.95 കോൺഫിഡൻസ് ലെവലില് അഡ്വർടൈസിങ് കണ്ടിട്ട് പ്രൊഡക്റ്റ് വാങ്ങിയ കൺസ്യൂമേഴ്സിന്റെ കോൺഫിഡൻസ് ലിമിറ്റിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ലിമിറ്റ് ആണ് കണ്ടെത്തേണ്ടത് എന്ന്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ എഴുതി വെക്കാം. പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവൽ എങ്ങനെയാണ് കണ്ടെത്തുക? പി ക്യാപ്പ് മൈനസ് സെഡ് ആൽഫ ബൈ 2 റൂട്ട് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് ഡിവൈഡഡ് ബൈ എൻ കോമ പി ക്യാപ്പ് പ്ലസ് സെഡ് ആൽഫ ബൈ 2 റൂട്ട് പി ക്യാപ്പ് ക്യൂ ക്യാപ്പ് ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ക്വസ്റ്റ്യൻ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? നമുക്ക് 54 കൺസ്യൂമേഴ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സാമ്പിൾ സൈസ് എത്രയാണ്? n is equal to 54 ആണ്. ഇനി പി ക്യാപ്പ് തന്നിട്ടുണ്ടോ? പി ക്യാപ്പ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 54% ഓഫ് ദ കൺസ്യൂമേഴ്സ് ആണ് ഒരു പ്രൊഡക്റ്റ് അഡ്വർടൈസിങ് കണ്ടതിന് ശേഷം വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പി ക്യാപ്പ് പ്രോബിലിറ്റി ഓഫ് സക്സസ് നേരെ തന്നിട്ടുണ്ട് 54% ആണെന്ന് തന്നിട്ടുണ്ട്. 54% എന്ന് പറയുമ്പോൾ 0.54 ആണ് പി ക്യാപ്പ് വരിക. ദെൻ ക്യൂ ക്യാപ്പ് എന്ത് കിട്ടും? ക്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 0.54 വിച്ച് ഇസ് ഈക്വൽ ടു 0.46 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്നും പി ക്യാപ്പും ക്യൂ ക്യാപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 95%. 0.95 കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95% കോൺഫിഡൻസ് ലെവൽ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കോൺഫിഡൻസ് ലെവൽ 95 ആവുന്ന സമയത്ത് നമ്മുടെ സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ എന്താണ്? സെഡ് ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു 1.96. നമ്മുടെ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി.
പി ക്യാപ് എത്രയാണ് 0.54 മൈനസ് സെറ്റ് ആൽഫ ബൈ 2 1.96 റൂട്ട് പി ക്യാപ് ക്യൂ ക്യാപ് ഡിവൈഡഡ് ബൈ എൻ എന്ത് വരും 0.54 ഇൻറ്റു 0.46 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 54 കോമ 0.54 പ്ലസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് 0.54 ഇൻറ്റു 0.46 ഡിവൈഡഡ് ബൈ 54 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കോൺഫിഡൻസ് ഇന്റർവൽ കിട്ടും എത്രയാണ് വരിക അപ്രോക്സിമേറ്റ്ലി നമുക്ക് വാല്യൂ കിട്ടുന്നത് 0.4071 0.6729 ഇതായിരിക്കും നമുക്ക് കോൺഫിഡൻസ് ഇന്റർവൽ കിട്ടുക ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള കോൺഫിഡൻസ് ലിമിറ്റ് ആണ് അപ്പൊ ഇതിന് നമുക്ക് എന്ത് എഴുതാം കോൺഫിഡൻസ് ലിമിറ്റ് എഴുതി കൂടെ ലോവർ ലിമിറ്റ് എന്താ വരിക ലോവർ ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.4071 ഓക്കെ അപ്പർ ലിമിറ്റ് എന്ത് വരും അപ്പർ ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.6729 ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ അഡ്വർടൈസിങ് കണ്ടിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന കൺസ്യൂമേഴ്സിന്റെ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4071ഉം 0.6729ഉം ആയിരിക്കും ഓക്കെ ക്ലിയർ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത് പക്ഷെ ഇവിടെ നമുക്ക് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്താനല്ല ചോദിച്ചിട്ടുള്ളത് പകരം മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഫോർ ദ പോപ്പുലേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് who won iPhone where p is equal to 0.25 is the proportion that has a given app. For a random sample of size n is equal to 4, find mean and standard deviation of the sampling distribution of the population proportion. എന്താണ് ക്വസ്റ്റ്യൻ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടെത്തണം അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രൊപ്പോർഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് എറർ ആണ് റൂട്ട് പി ക്യൂ ബൈ എൻ ആയിരിക്കും ഇനി വേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ അപ്പൊ എന്തായിരിക്കും ഇവിടെ ചോദിച്ചിട്ടില്ലെങ്കിലും വേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതാണെങ്കിൽ വേരിയൻസ് എന്തായിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആയിരിക്കും അപ്പോൾ വേരിയൻസ് ഈക്വൽ ടു പി ക്യൂ ബൈ എൻ ആയിരിക്കും അപ്പൊ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് നമ്മുടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ പി തന്നിട്ടുണ്ട് പി ഈക്വൽ ടു 0.25 ആണ് സാമ്പിളിന്റെ സൈസ് എൻ ഈസ് ഈക്വൽ എന്താണ് 4 ആണ് ഇനി പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയും കൂടെ കണ്ടെത്താൻ പറ്റും ക്യൂ ഈസ് ഈക്വൽ എന്താണ് 1 മൈനസ് പി ആണ് ദാറ്റ് മീൻസ് 1 മൈനസ് 0.25 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 0.75 അപ്പൊ നമുക്ക് ഇവിടെ പിയും ക്യൂവും എന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്താൽ മതി നമ്മുടെ ഇക്വേഷനിൽ ഇൻപുട്ട് ചെയ്താൽ പോരെ മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ് മീൻ ഈസ് ഈക്വൽ ടു പി ആണ് ഈ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് 0.25 എന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷൻ എന്താണ് റൂട്ട് പി ക്യൂ ബൈ എൻ ആണ് പി നമുക്ക് 0.25 ആണ് ക്യൂ 0.75 ആണ് ഡിവൈഡഡ് ബൈ എൻ എത്രയാണ് 4 ആണ് അപ്പൊ റൂട്ട് ഓഫ് 0.25 ഇൻറ്റു 0.75 ബൈ 4 ചെയ്താൽ മതി വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 0.2165 ഇതായിരിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നുണ്ടായിരിക്കാം സെയിം പാറ്റേണിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ ഈസ് പി ഈക്വൽ ടു 0.37 ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് സാമ്പിൾ പ്രൊപ്പോർഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം എ സാമ്പിൾ ഓഫ് സൈസ് 100 ഇപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് സാമ്പിൾ സൈസ് എൻ ഈസ് ഈക്വൽ ടു 100 ആണ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ പി ഈസ് ഈക്വൽ ടു 0.37 ആണ് നമ്മളോട് മീനും വേരിയൻസും കണ്ടെത്തണം മീൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ് മീൻ ഈസ് ഈക്വൽ ടു പി ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 0.37 ആണ് ഇനി വേരിയൻസ് കണ്ടെത്തണം വേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ് വേരിയൻസ് ഇസ് ഈക്വൽ ടു പി ക്യൂ ബൈ എൻ ആണ് അല്ലെ ഇപ്പൊ നമുക്ക് പി നമ്മുടെ കയ്യിലുണ്ട് എന്നും നമ്മുടെ കയ്യിലുണ്ട് ക്യൂ ഉണ്ടോ ക്യൂ എങ്ങനെ കണ്ടെത്താം ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 0.37 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 0.63 എന്ന ആൻസർ കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ പി എന്ന് പറയുന്നത് 0.37 ആണ് ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 0.63 ആണ് ഓൾ ഡിവൈഡഡ് ബൈ എൻ 100 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 0.002331 ഇതായിരിക്കും നമ്മുടെ വേരിയൻസ് കിട്ടുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്തുന്ന പ്രോബ്ലംസും അതുപോലെ മീന് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട് ഇത്രയും ഏരിയാസിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്